ബഹുമാനികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ അതിൻ്റെ തുടക്കഭാഗമാണ് ഇന്നലെ നാം സംസാരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തി സത്യം ചെയ്തു. പരിശുദ്ധ ഖുർആൻ മുൻനിർത്തി സത്യം ചെയ്തു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ്, അവിടുത്തെ സ്ഥാനം വിവരിച്ചുകൊണ്ടും എതിരാളികൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടും യാസീൻ വൽ ഖുർആനിൽ ഹകീം, ഓ മഹാനായ നബിയെ, ഹക്കീമായ ഭദ്രമായ മഹത്തായ ഖുർആനിനെ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, നിശ്ചയം അവിടുന്ന് അല്ലാഹു നിയോഗിച്ചയച്ച മുർസലീങ്ങളിൽ പെട്ടവരാണ് എന്ന് പറഞ്ഞതിന് ശേഷം അലാ സിറാത്തിൻ മുസ്തഖീം, യാതൊരു വളവും വക്രതയും ഇല്ലാത്ത നേരെ നേരെയുള്ള സത്യമായ ആശയം ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ദീനിന്റെ മേലാണ്. തൻസീൽ അൽ അസീസ് റഹീം, ആ മഹത്തായ പരിശുദ്ധ ഖുർആൻ ഒരു വിരോധിക്കും എതിരാളിക്കും ഇന്നുവരെ ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത വിധം ഭദ്രമായ, യാതൊരു കടത്തിക്കൂട്ടലുകളും ഇല്ലാത്ത, എന്നും ലോകത്തിന്റെ മുമ്പിൽ ആശയരംഗത്ത് ഏറ്റവും സമ്പുഷ്ടമായി നിൽക്കുന്ന, ശ്രവണമധുരമായ, എപ്പോഴും ഏത് എതിരാളിയെയും ആശയപരമായി വെല്ലുവിളിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ, അത് ഉന്നതനായ അല്ലാഹു അവതരിപ്പിച്ചതാണ്. തൻസീൽ അൽ അസീസ് റഹീം, ആ റബ്ബ് സുബ്ഹാനഹു വ തആല മഹത്തായ കാരുണ്യം ചെയ്യുന്ന റബ്ബുമാണ് എന്ന് പഠിപ്പിച്ചതിന് ശേഷം ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ, പരിശുദ്ധ ഖുർആൻ. ശേഷം സൂറത്ത് യാസീൻ പറയുന്നത് ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ഈ ഖുർആൻ അവതരിപ്പിച്ചത്, തങ്ങളെ നിയോഗിച്ചത് ഒരു സമൂഹത്തിന് പ്രബോധനം നടത്താനാണ്. ആ പ്രബോധനം സത്യം അംഗീകരിക്കാത്തവർക്ക് അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും എന്ന താക്കീത്. ലിതുൻദിറ ഖൗമൻ, ഒരു സമൂഹത്തെ താക്കീത് ചെയ്യാൻ വേണ്ടി അങ്ങയെ നിയോഗിച്ചയച്ചിരിക്കുന്നു, പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു. മാ ഉൻദിറ ആബാഉഹും, അവരുടെ പിതാക്കൾ, അവർക്ക് താക്കീത് നൽകപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ തൊട്ടടുത്ത തലമുറകൾ, ആ തലമുറക്ക് ഒരു താക്കീത് ചെയ്യുന്ന പ്രവാചകൻ വന്നിട്ടില്ല. ഫഹും ഗാഫിലൂൻ, അതിനാൽ അവർ സത്യം കണ്ടെത്തുന്നതിൽ നിന്ന് ശ്രദ്ധ തിരിഞ്ഞു പോയവരാ. അതിനാൽ അവർക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കുന്ന മഹാനായ പ്രവാചകനെ നിയോഗിക്കപ്പെടേണ്ടതുണ്ട്. ആ നിലക്ക് തന്നെയാണ് ആധികാരികമായി അങ്ങയെ അവരിലേക്ക് അയച്ചിട്ടുള്ളത്. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ഇത് പറഞ്ഞതോടുകൂടി പരിശുദ്ധ ഖുർആൻ ഒരു സത്യം വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുകയാണ്. എന്താണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും സൃഷ്ടിച്ചു. ആ സൃഷ്ടാവായ റബ്ബ് മനുഷ്യർക്കാവശ്യമായ സർവ അനുഗ്രഹങ്ങളും ഇവിടെ ചൊരിച്ചുകൊടുത്തു. അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സർവ സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കൊടുത്തു. ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെയും മനുഷ്യന് അല്ലാഹു അധീനപ്പെടുത്തിക്കൊടുത്തു. അങ്ങനെ വെള്ളവും വെളിച്ചവും വായുവും അതേ ഭക്ഷണവും എല്ലാം നൽകിയ റബ്ബ് അവരെ ഈ ലോകത്ത് എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി, മൃഗങ്ങളെപ്പോലെ പക്ഷികളെപ്പോലെ ജീവിക്കാൻ വേണ്ടി വിട്ടേച്ചു പോവുകയല്ല, അവരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഒരു മഹാനായ പ്രവാചകനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
സത്യമായ പാതയിലൂടെ മനുഷ്യ സമൂഹത്തെ നയിക്കാൻ പറഞ്ഞയക്കുകയും ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സത്യമായ പാതയിലൂടെ ജനങ്ങളെ നയിക്കാൻ ഉതകുന്ന സർവ്വ ഉപദേശങ്ങളും ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്നത് പറഞ്ഞ ഉടനെ ഖുർആൻ പറയുകയാണ്, ലോകത്തുള്ള എല്ലാ കക്ഷികളും എത്ര തന്നെ തെളിവ് കിട്ടിയാലും മുഴുവൻ ആളുകളും നന്നാകും, ശരിപ്പെടും എന്ന ഒരു വിശ്വാസം ഉണ്ടാകുന്നതിന് അർത്ഥം ഇല്ല. നിങ്ങൾക്കറിയാം സൂറത്ത് യാസീൻ, ആ സൂറത്ത് യാസീൻ ഇറങ്ങാൻ തന്നെ ഉണ്ടായ സന്ദർഭം മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഖുർആൻ ഓതി നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. ആ നിസ്കരിക്കുന്ന സമയത്ത് ഖുർആനിലെ സുന്ദരമായ ആശയങ്ങൾ അറബി സാഹിത്യകാരന്മാരായിരുന്ന അവിടുത്തെ ബന്ധുക്കളും കുടുംബങ്ങളും നാട്ടുകാരുമായിരുന്ന ജനങ്ങൾ മക്കയിൽ നിന്ന് കേൾക്കുമ്പോൾ ഖുർആൻ ഏറ്റവും സുന്ദരമായ ആദർശങ്ങളാണ് പറയുന്നതെങ്കിലും അവരെപ്പോഴും തെമ്മാടിത്തവും തോന്നിവാസവും ധിക്കാരവും അക്രമവുമായി ജീവിക്കുന്നവരായതിനാൽ അവരുടെ ശാരീരിക ചാപല്യങ്ങൾ കടിമപ്പെട്ടുകൊണ്ടുള്ള അവരുടെ കുത്തഴിഞ്ഞ ജീവിതത്തിന് ഖുർആൻ പിന്തുണ നൽകുന്നില്ലെന്നും ആ കുത്തഴിഞ്ഞ ജീവിതത്തിൽ സമൂഹത്തെ നന്നാക്കാൻ വേണ്ടിയുള്ള ഉപദേശങ്ങളാണ് ഖുർആനിൽ വന്നുകൊണ്ടിരിക്കുന്നതെന്നും ബോധ്യപ്പെട്ടപ്പോൾ ആ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സത്യത്തെ എതിർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വിഭാഗം അവർ എത്രത്തോളം എത്തി? മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ അവർ പ്ലാൻ ചെയ്തു, തീരുമാനിച്ചു. അങ്ങനെ അബൂജഹൽ പറഞ്ഞു, ഞാൻ മുഹമ്മദിനെ കണ്ടാൽ ഞാൻ അവനെ അങ്ങനെ ശരിപ്പെടുത്തും, ഇങ്ങനെ ശരിപ്പെടുത്തും, ഞാൻ അവന്റെ തലയുടച്ചു കളയും എന്നൊക്കെ പറഞ്ഞു. മറ്റു ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തലക്ക് കല്ലുകൊണ്ട് കുത്താൻ കല്ലെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്രമിക്കാൻ വേണ്ടി അവർ തീരുമാനം കൈക്കൊണ്ടുകൊണ്ട് പ്രവർത്തന രംഗത്തിറങ്ങി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിക്കാൻ വേണ്ടി അങ്ങ് ചെന്നപ്പോൾ വൈദാ ഐദീഹിം മജ്മുഅത്തുൻ ഇലാ അനാഖിഹിം വൈദാ ബിഹിം ഉംയുൻ ലാ യുബ്സിറൂൻ. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അബൂ നുഐം റളിയല്ലാഹു അൻഹു ദലായിലുൻ നബുവയിൽ രേഖപ്പെടുത്തിയത് കാണാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വന്ന കക്ഷികൾ അവരുടെ കയ്യിലുള്ള കല്ലടക്കം അവരുടെ കൈകൾ അവരുടെ കഴുത്തിലേക്ക് കൂച്ചി വിലങ്ങിട്ടതുപോലെ, കഴുത്തിലേക്ക് പിടിച്ച് കെട്ടപ്പെട്ടതുപോലെ കൈയൊന്നും ചെയ്യാൻ സാധിക്കാതെ വന്നുപോയി. എന്ന് മാത്രമല്ല, അവർക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ ഇപ്പൊ ശരിയാക്കും എന്ന് പറഞ്ഞ അബൂജഹലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയുന്നില്ല. അക്രമത്തിന് മുതിരാത്ത ജനങ്ങൾ അവരിങ്ങനെ ഹാദാ മുഹമ്മദ്, ഹാദാ മുഹമ്മദ്, മുഹമ്മദ് ഇവിടെ ഇതാ, മുഹമ്മദ് ഇവിടെ ഇതാ എന്ന് പറയുന്നു. ആ സമയത്ത് അബൂജഹലിന് കാണുന്നില്ല. ഐനഹുവ ഐനഹുവ, എവിടെ 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 എന്ന് ചോദിക്കുന്നു. മുന്നിലുണ്ട്, കാണുന്നില്ല. മുന്നിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നില്ല. ആക്രമിക്കാൻ വേണ്ടി എടുത്ത കല്ല് അതാ കയ്യിൽ ഒട്ടിപ്പിടിച്ചുകൊണ്ട് കൈ കഴുത്തിലേക്ക് കൂച്ചി വിലങ്ങിട്ടതുപോലെ അങ്ങായിപ്പോയി. ആ സന്ദർഭത്തിലാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യാസീൻ ഇറങ്ങുന്നത്. സൂറത്ത് യാസീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു നിയോഗിച്ച പ്രവാചകരാണെന്നതിന് വ്യക്തമായ മുഅ്ജിസത്ത്, വ്യക്തമായ തെളിവ് അബൂജഹലടക്കമുള്ള ശത്രുക്കൾക്ക് നേരിൽ ബോധ്യപ്പെടുന്ന വിധം അവിടെ കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഖുർആൻ പറയുകയാണ്, ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. അശ്രദ്ധയിലുള്ള ജനങ്ങൾക്ക് താക്കീത് ചെയ്യാൻ വേണ്ടിയാണ് ഓ നബിയെ തങ്ങളിലേക്ക് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അവരുടെ പിതാക്കൾക്ക് താക്കീത് ചെയ്യുന്നൊരു പ്രവാചകൻ വന്നിട്ടില്ല. പക്ഷേ ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, വ്യക്തമായ തെളിവുകൾ അവിടുന്ന് നിയോഗിക്കപ്പെട്ട റസൂലാണെന്നതിന് ഉണ്ട്. പക്ഷേ ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം, അവരിൽ ബഹുഭൂരിപക്ഷത്തിന്റെ മേലും
അള്ളാഹുവിന്റെ വചനം ബന്ധമായിരിക്കുന്നു, അർഹമായിരിക്കുന്നു. അറിയാമല്ലോ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദരിക്കാൻ വേണ്ടി അല്ലാഹു തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇൽമ് മലക്കുകളടക്കമുള്ള സമൂഹത്തിന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം ആ ആദം നബിയെ ബഹുമാനിക്കാൻ അല്ലാഹു തആല നിർദ്ദേശിച്ചപ്പോൾ സന്മാർഗത്തിൽ മാത്രം നീങ്ങുന്ന അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന മലക്കുകൾ മുഴുവനും സുജൂദ് ചെയ്തെങ്കിലും അവിടെ ഒരു അഹങ്കാരിയുണ്ടായിരുന്നു. ആ അഹങ്കാരിയായ ഇബ്ലീസ് സുജൂദ് ചെയ്യാതെ മാറി നിന്നു. കാരണം ചോദിച്ചപ്പോൾ അവൻ പടച്ചവനെ ചോദ്യം ചെയ്യുന്ന അഹങ്കാരത്തിന്റെ മറുപടി പറഞ്ഞു. അതോടുകൂടി തന്നെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇൽമുള്ള മഹാനാണെങ്കിലും അതേ അല്ലാഹ് ബഹുമാനിച്ച വ്യക്തിയാണെങ്കിലും നിസ്സാരപ്പെടുത്തി സംസാരിച്ചു. ആ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം, പോടാ പുറത്ത് എന്ന് പറഞ്ഞ് നല്ല സമൂഹത്തിൽ നിന്ന്, നല്ലവർ ജീവിക്കുന്ന രംഗത്ത് നിന്ന്, നല്ല മഹാന്മാരുടെ കൂടെ ജീവിക്കുന്നതിൽ നിന്ന് അവനെ പുറത്താക്കിയപ്പോൾ ഇബ്ലീസ് അവിടെ വെച്ച് പറഞ്ഞിരുന്നു ഒരു കാര്യം, പടച്ച റബ്ബേ ലൗവിയന്നഹും അജ്മഈൻ, ആദമിന്റെ സന്തതികളെ ഞാൻ പിഴപ്പിക്കും, എല്ലാവരെയും ഞാൻ പിഴപ്പിക്കും, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, നിഷ്കളങ്കരായ നിന്റെ അടിമകളെ ഞാൻ പിഴപ്പിക്കാൻ എനിക്ക് കഴിയില്ല, അല്ലാത്തവരെയൊക്കെ ഞാൻ പിഴപ്പിക്കുമെന്ന് അവനൊരു പ്രതിജ്ഞ ചെയ്തിരുന്നു. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു കലിമത്തുണ്ട്. അതെന്താണ്? അതേ ലഅംലഅന്ന ജഹന്നം, അതേ നീയും നിന്നെ പിന്തുടരുന്ന കക്ഷികളും നിങ്ങൾക്ക് ഞാൻ നരകം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിനക്കും നിന്നെ പിന്തുടരുന്നവർക്കും ജഹന്നമുണ്ട്, ആ ജഹന്നമിൽ നിങ്ങളെ കൊണ്ട് നിറക്കുമെന്ന് അപ്പോൾ തന്നെ അല്ലാഹു തആല പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ കലിമത്ത് അർഹതപ്പെട്ടു പോയ ചില ആളുകളുണ്ട്. അവരെന്നും പിശാചിന്റെ അടിമകളായി, പിശാചിനെ വഴിപ്പെടുന്നവരായി, ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്തവരായി, ഗ്രഹിക്കേണ്ടത് ഗ്രഹിക്കാത്തവരായി, നന്മയിലേക്ക് വിളിക്കുമ്പോൾ പുറം തിരിഞ്ഞു നിൽക്കുന്നവരായി അവരെന്നും നീങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ആ കക്ഷികളിൽ പെട്ടവരാണ് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം ആളുകളും. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം, ഓ നബിയേ, തങ്ങളുടെ മുഅ്ജിസത്തുകൾ കണ്ടിട്ടുള്ള അബൂജഹലും ഉത്ബത്തും ശൈബത്തും തുടങ്ങി ഇപ്പോൾ ഇവിടെയുള്ള കക്ഷികൾ അവരിൽ ബഹുഭൂരിപക്ഷവും സത്യത്തിലേക്ക് വരുന്നവരല്ല. അവര് ശിക്ഷിക്കപ്പെടാനുള്ള ആ പ്രഖ്യാപനത്തിന് അർഹരായ കക്ഷികളാണ്. ഫഹും ലാ യുഅ്മിനൂൻ, അവർ എത്ര ദൃഷ്ടാന്തം കണ്ടാലും എത്ര തെളിവ് കിട്ടിയാലും അവർ വിശ്വസിക്കൂല നബിയേ.